ഇന്നില്ലേ കട്ടായിന്ന് എന്തൊരു കട്ടാന്ന്. ഇതിലൊന്ന് വിളിച്ചോട്ടെ നീ. Please check the number you have dialed. താങ്കൾ വിളിച്ച നമ്പർ ദയവായി പരിശോധിക്കുക. എടുക്കണ്ട, എവിടെ എടുക്കണില്ല. ഒന്നുകൂടി വിളിച്ചു നോക്കേ, ചിലപ്പോ കിട്ടും. ഒന്ന് ട്രൈ നോക്കിയേ. സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം ഓലക്കട മൂട് ഇല്ല, പരിധിക്ക് പുറത്താണെന്ന് ഇപ്പോ. ആളിയെ ഒന്ന് വിളിക്ക്, എന്നെ കൊണ്ട് വയ്യ. ഞാൻ വിളിച്ചിട്ട് ഞാൻ ആണോ? ആ ഹലോ, ആ ഇതല്ലാണ് ഞാൻ അതറിയല അറിയല. ഞാൻ അതെ അതെ ഞാൻ നമ്മളെ വേറൊന്നല്ല ഞാൻ അങ്ങനെ പറയണ്ടേ. അതെ, നമ്മുടെ അനക്കയുടെ ഭാഗത്തു നിന്ന് ആ വെള്ളം പൊട്ടിക്ക് പോകുന്ന ആ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്ക് പൊട്ടിൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നാട്ടം. ഒന്ന് മാറ്റാ, ഒന്ന് അടയ്ക്കാൻ എന്താ ചെയ്യാ? അയ്യോ ഞാനേ അല്ല ഒന്നല്ല, അതെന്താ ഞമ്മന് എന്താണ് ഇത് പത്മനാഭനാണ്. ടാങ്ക് ക്ലീൻ ചെയ്യണ പത്മനാഭൻ പോലീസ് സ്റ്റേഷനിലേക്കാ പോയത്. പോലീസുകാരെന്താ പറഞ്ഞു? തല തരിക്കും. ഈ ഫോണിന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. നമ്മളിപ്പോ വിളിച്ചു കഴിഞ്ഞാല് കറക്റ്റ് കിട്ടണില്ല. അത് വേറെ ആർക്കെങ്കിലും ഒക്കെ പോവാണ്. ഏതത് സംഭവം? ഏതായിട്ടെന്നാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചായ ഒന്നും വേണ്ട, രാവിലെ തന്നെ നല്ല ശരിയായിട്ടിരിക്കുന്നു. അതേപോലെ പോലീസ് സ്റ്റേഷനൊന്നാന്ന് നോക്കിട്ട് ഇട്ടാ മതിട്ടാ. എന്താ പിന്നെ സംസാരിക്കും? പരിപാടിയില്ല. ഹലോ, നല്ല ശരിയായിട്ടിരിക്കുന്നു. ഹലോ, പശുവോ? പശു പ്രസവിച്ചോണോ? ഞാൻ തന്നെ. എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്? ഞാൻ തന്നെയാണ്. ഞാനെന്താ മൃഗ ഡോക്ടറാണ്. വെച്ചിട്ട് പോച്ചങ്ങായി ഇങ്ങനെ കാട്ടുന്നേ. എന്ന് പണി കാട്ടുന്നത് എന്താണ്? ആരിപ്പോ വിളിച്ചേ? ഇതെന്താ പശു പ്രസവിച്ചു? അത് ഞാനെന്ത് ചെയ്യാനാണ് തന്നെ? അയ്യോ, അടിയന് കൊടുത്താൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ പശു കച്ചവടക്കാരാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. നീ ഇങ്ങനെ പശുവിനെ നോക്കി നടന്നോട്ടാ. എത്ര നാളെ ഒരു പെണ്ണ് നോക്കാൻ പറയണ? ചിരിച്ചാ മതി. കൊമ്പത്തെ പെണ്ണ് വേണം. പിന്നെ എങ്ങനെയാണ്? ഞാനൊരു പെണ്ണ് അറിയാത്ത ആളാണ്. നമുക്ക് പെണ്ണ് കൊമ്പത്തെ പെണ്ണ്. അപ്പൊ മുടി വേണം, വെളുത്തതായിരിക്കണോന്നൊക്കെ പറഞ്ഞതാ. നമ്മക്കടെ കുറവ് നമ്മുടെ എന്തായാലും അറിഞ്ഞിരിക്കണോട്ടാ. അറിയാതല്ല, ഒരു വീട്ടിൽ ചെന്നപ്പോ മൊത്തം ഒരു പെണ്ണിരിക്കണം. കേട്ടാൻ പറ്റോ? മുടി വേണേ. ആ കല്യാണക്കാരും പറഞ്ഞപ്പോഴാ ഒരു കഥ ഉണ്ടായി. ഒന്നും ഉണ്ടായിരുന്നണ്ടേ? എത്ര പ്രാവശ്യം പറഞ്ഞാണ്? മനുഷ്യൻ കേട്ട് മടുത്തതാടാ. നീ കേക്കണ്ട, കാര്യം പറയുമ്പോ അങ്ങനെയല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞു വരുവള്. നീ മിണ്ടായിരുന്നു ചേച്ചാ, ഒരു തമാശ പറയുമ്പോ നീ എന്താന്നോർത്ത കേക്കാൻ പോണത്? എന്തിനാ ആദ്യം പറയേ. ആ അപ്പോ പെണ്ണ് കാണാൻ വേണ്ടി പോയി. ആകെ ഉള്ളില് ഭയങ്കര പടപടപ്പ് അങ്ങനെ ഉണ്ടാവൂലോ. അപ്പോ പെണ്ണിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു എന്നോടേ, കുട്ടിയെ നീ ഒരു കാര്യം ചെയ്യ്, അകത്തേക്ക് ചെല്ല്, അവിടെ ഒരാള് കാത്തിരിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ നേരെ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയി നോക്കുമ്പോ അവിടെ ഒരു പെണ്ണ് കാലിന്റെ മുകളിൽ ആ കാലൊക്കെ കരച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ പെണ്ണിനെ കാണുമ്പോ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങൾ ഉണ്ടാവൂലോ. നമ്മള് പെണ്ണ് കാണുമ്പോ ചോദിക്കേണ്ട ചോദ്യം എല്ലാവർക്കും ഓരോ ചോദ്യം. അത് മനസ്സിൽ കുറിച്ചിട്ടല്ലേ പോവാ. പെണ്ണോട് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ്. ഒന്ന് ചോദിച്ചു, രണ്ട് ചോദിച്ചു. അവളേക്ക് ഇങ്ങനെ അവളേക്ക് ഒരാള് തടിച്ചിട്ടൊരാള്. പിന്നെ ഇത് വന്നിട്ട് തോണ്ടി, ഏയ് എന്താ കുട്ടിയെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണ്, നേരെ അങ്ങനെ അകത്തേക്ക് ചെല്ല്, അതാണ് ഒറിജിനൽ പെണ്ണ്.
പഠിച്ച തമാശകൾക്ക് ഇപ്പോഴും മാറ്റം ഞാൻ വെറുതല്ല നീ പറയണ്ട അന്നെ അച്ഛൻ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട, ഞാൻ നിർബന്ധിച്ചു. ഭയങ്കര നീ പറയുന്നുണ്ട, നീ എന്താ തമാശ പറയുന്നുണ്ടല്ലേ? അയ്യോ എന്താടാ എന്താടാ കഥ പറയുന്നു. നീ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കല്ലേ, എന്താണ് പറയേ? എന്താടാ ഞാൻ വണ്ടിക്ക് വിളിച്ചു നോക്കിയാലോ? ഹലോ, നീ കൂട്ടത്തിൽ വിളിച്ചാൽ കിട്ടുവോ? നോക്ക് നോക്ക്. ഒന്നുമില്ല, എണീക്ക്. എന്താ സതീശീല, എന്താ പറ്റിയ? എന്താന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ എന്തോ വെറുതെ ഒരു തമാശ പറഞ്ഞു. അളിയനാണ് തുടങ്ങി ചിരിച്ചിട്ട് അവസാനം എന്താ നെഞ്ചുവേദന വന്നു എന്നാ തോന്നുന്നു. അതെ, സൂക്ഷിക്കണം. നമ്മുടെ പാറയില് ശിവൻകുട്ടിയില്ലേ, ഇതുമാതിരിയായിരുന്നു. ആശുപത്രി എത്തണതിന് മുമ്പ് എന്നെ തട്ടിപ്പോയില്ല ആള്. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം ഇവിടെ പറയും. ഒരാൾക്ക് നെഞ്ചുവേദന ഒന്ന് കിടക്കുമ്പോഴാണ്. നെഞ്ചുവേദന ഒന്നും ആള് ഇതൊക്കെ അറിയണ്ടേ? ആശുപത്രി കൊണ്ടുപോണ്ടേ? ഹലോ, ഇതിലൊന്നും വിളിച്ച് കിട്ടില്ലാന്നേ. ഒന്ന് ആംബുലൻസ് വിളിക്കേ. ചേച്ചി കരയില്ലേ ചേച്ചി? ഓ, ഇത് കുന്തം കിട്ടണില്ല. ഓ, ഇത് PHNL ആണ്. എടുത്ത അന്ന് മുതൽ ഇതിന് അച്ഛനെ വിളിച്ച അമ്മയ്ക്ക് കിട്ടും, അമ്മയെ വിളിച്ച അളിയന് കിട്ടും. ഹലോ, ഒരു വണ്ടിക്ക് കിട്ടണ്ട. ഹലോ, അത് വെക്ക്. ഇനി അതൊന്നും നോക്കണ്ട, വിളിക്ക്. കിട്ടുന്ന വണ്ടിക്ക് കൊണ്ടുപോവാ. നടക്ക്. ആ വണ്ടി വല്ലതും കിട്ടുമോ നോക്കാം. നീ എവിടേക്കാണ്? ഇവിടെ നിന്നോ. കുട്ടികൾ സ്കൂളിൽ വരുമ്പോ വീട് പൂട്ടി കിടക്കണ കണ്ടല്ലേ? മണ്ടു, നീയും കൂടെ ഇവിടെ നിന്നോ, ആശ്വസിപ്പിക്ക്. അത് മതി. ഒരു വണ്ടി ആശുപത്രി പോലെ ഒന്ന് ആശുപത്രി പോകാനാണ്. ഇറങ്ങി. പരിജാത സാറേ, ഇന്ന് എത്ര പേര് ഔട്ടായി? അതങ്ങനെ പറയാൻ പറ്റില്ല സാറേ. പത്രം എടുത്തിട്ട് ചരമകോളം നോക്കേണ്ടി വരും. അതല്ലടോ, BHNL കണക്ഷൻ വേണ്ടെന്ന് വെച്ചവർ എത്ര പേരായിന്ന്? അതിപ്പോ നമ്മുടെ സർക്കിളിൽ ഒരു 10-14 പേരായിട്ടുണ്ട്. 14 പേരോ? ആ, പോരാ, കൂടണം. ഈ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവണം. നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ മുറിയണം. അതിനുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിക്കണം. അതിപ്പോ നമ്മുടെ ടെക്നീഷ്യന്മാർ ചെയ്യണ്ടല്ലോ, അത് അവർ പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട. ഈ കോപ്പറേറ്റീവ് മൊബൈൽ കണക്ഷനുകൾ ഉള്ളിടത്തോളം കാലം നമുക്ക് കാശിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവമായിട്ട് കൊണ്ടുവന്നൊരു പണിയാണ്. അല്ലാതെ ഈ BHNL നക്കാപ്പിച്ചാൻ വെച്ച് നമ്മളെങ്ങനെ ജീവിക്കാനാണ്? ഇവിടെ ജോലിക്ക് വരുമ്പോഴത്തെ എന്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ കാറായി, വീടായി, സ്ഥലമായി. എന്റെ സൂതൻ സാറേ. മേഡം വരും. പരിചാത, മേഡത്തിന് മനസ്സിലായോ? പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളതല്ലേ, പക്ഷെ എനിക്ക് പേരങ്ങോട്ട് കത്തിയില്ല. പേര് മണ്ടോദരി. ഇരിക്കും. വേണ്ട സാറേ, ഞാൻ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, കംപ്ലൈന്റ് പറയാനൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കസ്റ്റമർ കെയറിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞാ പോരെ? കസ്റ്റമർ കെയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് കിട്ടിയോ? എന്ത്? അല്ല, വിളിച്ചപ്പോ കിട്ടിയോന്ന്? ആ, കസ്റ്റമർ കെയറെ വിളിച്ചപ്പോ കിട്ടി. ഭാഗ്യം. അങ്ങനെ സാധാരണ ആരും വിളിച്ചാൽ കിട്ടാറില്ലേ? ഇത് ഭാഗ്യമൊന്നുമല്ല. 100-100 തവണ വിളിച്ചിട്ടാ ഒരു തവണ ഒന്ന് കിട്ടിയത്. എന്നിട്ട് എന്താ പറഞ്ഞു? എന്നിട്ട് അവര് പറഞ്ഞു ഏതോ എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കുന്നു. എക്സിക്യൂട്ടീവ് വിളിച്ചില്ലേ? ഇല്ല. ഈ എക്സിക്യൂട്ടീവിന്റെ ഫോൺ കണക്ഷനേ BHNL അതായിരിക്കും. അതുകൊണ്ട് എന്താ സാറേ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല? നമ്പർ പറയൂ. എന്ത് നമ്പർ അത്? ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താ എഴുതിയെടുക്കാൻ? എന്റെ സാറെ 10-15 അക്കമുള്ള ഏതാണ്ട് ഒരു നമ്പർ അവര് പറഞ്ഞു, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത എന്തോ നമ്പർ എന്നൊക്കെ. ആ നമ്പർ നമ്മൾ സൂക്ഷിക്കണം, എന്നിട്ട് വേണം വിളിക്കണം. ഞാനൊന്ന് വിളിച്ചോട്ടെ. സാറ് സമാധാനം ഉണ്ടാക്കും, ധൈര്യമായിട്ടിരി. ഞാൻ പറഞ്ഞില്ലേ, BHNL കണക്ഷൻ പരിധിക്ക് പുറത്താ. ഇനിയിപ്പോ എന്താ ചെയ്യ സാറേ? അല്ല, എന്താ മേഡത്തിന്റെ കംപ്ലൈന്റ്? എന്റെ സാറെ കംപ്ലൈന്റേ ഉള്ളൂ. ഇത് വിളിച്ചാ കിട്ടില്ല.
ചിലപ്പോ പറയും ഈ നമ്പർ നിലവിലേ ഇല്ലെന്ന്, ചിലപ്പോ പറയും പരിധിക്ക് പുറത്താണെന്ന്, ചിലപ്പം വിളിക്കുമ്പോ റിങ് ചെയ്യും, അപ്പൊ എടുത്താ പിന്നെ ഒന്നും കേക്കില്ല. ഇത് മാത്രല്ല സാറേ, 4 ദിവസം മുമ്പ് ഞാൻ 164 രൂപയ്ക്ക് റീചാർജ് ചെയ്തതാ. ഇതുവരെ എനിക്ക് മെസ്സേജും വന്നിട്ടില്ല, എന്റെ ബാലൻസിൽ അത് കാണുന്നുമില്ല. ഇത്രേ ഉള്ളോ കംപ്ലൈന്റ്? BHNL കണക്ഷൻ എടുക്കുന്ന എല്ലാവർക്കുള്ള കംപ്ലൈന്റ് ആണിത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? അതിനിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ, ഈ BHNL കണക്ഷനാണ് വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് ഈ നമ്പർ തന്നെ നിലനിർത്തിയിട്ട് വേറെ കമ്പനിയിലേക്ക് മാറിയാ പോരെ? സാറേ, നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ പറയണത് ശരിയാണോ? അല്ല, ഞങ്ങൾ ഈ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, അതാണല്ലോ. അതുകൊണ്ട് പറയാണ് BHNL കണക്ഷൻ ഒഴിവാക്കുക. നിങ്ങൾക്ക് നല്ല സേവനം കിട്ടണം, അതാണ് സാറ് പറഞ്ഞു തന്നത്. അതെ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മേഡം പോവല്ലേ, ഞാൻ പറയട്ടെ. എന്താണ് സാറേ? ഈ BHNL കണക്ഷൻ ഒഴിവാക്കിയിട്ട് വേറെ കണക്ഷൻ എടുക്കുക. എന്റെ പൊന്ന് സാറേ, അതെനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് ആലോചിക്കട്ടെ. അല്ലേ, ഹസ്ബൻഡിന്റെ കണക്ഷനും BHNL ആണെങ്കിലേ അത് മാറ്റാൻ പറയട്ടാ. ഇവരൊന്നും ഇത് പൂട്ടിക്കാൻ സമ്മതിക്കൂല സാറേ, BHNL ഉപയോഗിക്കുള്ളൂ. അവനവന്റെ അല്ലേ കരുതിയിട്ടേ എന്തോരം കമ്പനി കിടക്കുന്നു. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.